ബട്ടൺസും പോയാ. റസിയ, റസിയ, ഒന്നിങ്ങട് വന്നേ. എന്താണ്? ഇങ്ങട് വാങ്ങട്. ഇതിന്റെ ബട്ടൺസ് പോയി കിടക്കണ. ഇതൊക്കെ എന്താന്ന് ഇതൊന്നും എടുത്ത് നോക്കാത്ത. ബട്ടൺസാ? ആ വേറൊന്നും ഇട്ടാ പോരെ, അതിനാണ് ഇന്ന കിടന്ന് വിളിച്ച്. ആ വേറെ ഒന്നും ഇടില്ലല്ലോ. ഇതൊക്കെ ഒന്ന് നോക്കിക്കൂടെ എനിക്ക്? ഞാൻ കത്തി അങ്ങോട്ട് മാറ്റിയ മുഖത്തുനിന്ന്. ഞാൻ ഒരു പണിയിലാണ്. എന്താണ്? ഇതൊന്നും തുന്നിടാറുന്നില്ല എനിക്ക്. ഇനിയിപ്പൊ ഇത് ഞാൻ തന്നെ തുന്നണോ? നിങ്ങളൊരു തുന്നക്കാരനല്ലേ? അല്ലെങ്കിൽ ആ കുഞ്ഞുട്ടിനോട് പറഞ്ഞാ പോരെ, കടയിലിരുന്ന് ഓൻ തുന്നിക്കോളൂലേ? അത് ശരി. അപ്പൊ ഇപ്പൊ തുന്ന പണി ആയപ്പോ വീട്ടിലുള്ള സാധനങ്ങൾ ഇരുന്ന് തുന്നല പെക്ക് പണിയില്ലേ? അത് ശരി. ഒരു ബട്ടൺസ് തുന്നിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റാനാണ്? അല്ല, അന്നെ ഞാൻ എന്തിനാ ഇവിടെ കെട്ടിക്കൊണ്ടുവന്നേക്കണേ? ബട്ടൺസ് തുന്നാനാ? ബട്ടൺസ് തുന്നാനല്ല, എന്റെ എല്ലാ കാര്യം ഇജ്ജ് ചെയ്യണോ? ഇവിടെ കാണിക്കാ. ഇങ്ങട് ഓരോ കാര്യങ്ങള് പറയണത്. അല്ല, നിങ്ങൾക്ക് എന്താണ് ഭ്രാന്താണോ? എന്ത് ഭ്രാന്ത്? പിന്നെ അല്ലാതെ ഒരു ബട്ടൺസിന് വേണ്ടി തിക്കടന്ന് ഒച്ചെടുക്കേണ്ട കാര്യം? ഒച്ചെടുക്കല്ല, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഇല്ല. ശ്രദ്ധിക്കലില്ല. ഇന്റെ കാര്യം ശ്രദ്ധിക്കലില്ല. അതെന്നെ ഞാൻ പറഞ്ഞത്. എന്ത് കാര്യമാണ് ഞാൻ ശ്രദ്ധിക്കാതെ? ഇങ്ങോട്ട് നോക്ക്. എന്ത് കാര്യം ശ്രദ്ധിക്കാതെ? ഞാൻ കത്തി മാറ്റി തമാശ കളിക്കല്ലേ? കണ്ണിൽ ഊത്തുപോയി. അല്ല പിന്നെ ഓരോ കാര്യം. ഒന്നാമത്തെ ഇതൊക്കെ തിരുമ്പണം നേരത്ത് ഇങ്ങനെ അങ്ങോട്ട് തല്ലി തിരുമ്പല്ല ചെയ്യ. ഒരു ഒതുക്കത്തിലൊക്കെ ചെയ്യണോ? നിങ്ങൾ കണ്ട ഞാൻ തല്ലി തിരുമ്പണേ? ഇല്ലല്ലോ. ഞാൻ അത് വാഷിംഗ് മെഷീനിലല്ലേ അലക്കല്. അപ്പൊ വാഷിംഗ് മെഷീനിൽ ഇപ്പൊ ഇതൊക്കെ കൊണ്ടായിരുന്നില്ലേ? വേറെതല്ല. അത് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടന്ന് കറങ്ങല്ലേ? ഒന്നും അറിയണ്ടല്ലോ. അല്ല, നിങ്ങൾക്ക് എന്താണ് എല്ലാരും തുണി നനക്കാൻ വാഷിംഗ് മെഷീനിൽ ഇടും? അതെ. ഇവിടുത്തെ കറണ്ട് ബില്ലൊക്കെ ആലോചിക്കലുണ്ടോ? എന്താ ഇവിടുത്തെ കറണ്ട് ബില്ലിന്റെ ഇത് വരണേന്ന് നോക്കലുണ്ടോ? വെറുതല്ല. വാഷിംഗ് മെഷീനിൽ തന്നെ ഇതൊക്കെ ഇട്ട് തിരുമ്പണ എന്നെ. ഇതിപ്പോ കണ്ടോന്റെ തുണിയൊന്നല്ലല്ലോ. നമ്മുടെ തുണി ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ട് പോയി. അത് നിങ്ങൾ ഇത്ര കണക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. വാഷിംഗ് മെഷീനിൽ ഇടണോണ്ടല്ലാന്ന്. ഇടക്കൊക്കെ അത് കല്ലിലൊക്കെ തിരുമ്പണതല്ലാണ്. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞേ കല്ലിലിട്ട് ഇങ്ങനെ തിരുമരുത്, ഇന്റെ ബട്ടൺസ് പോകുന്നത്. ഒരു കാര്യം എന്റെ അടുത്ത് പറയാൻ പറ്റൂലല്ലോ. അത് ചെയ്യണത് അതിന്റെ ഒതുക്കത്തിൽ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇത് എന്തെങ്കിലൊക്കെ ആയിക്കോ. എന്നോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ എന്തെങ്കിലും ആയിക്കോളാം. അങ്ങോട്ട് ഒരു ബട്ടൺസ് പോയി വെച്ചിട്ട് ഈ കടന്ന് ഒച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കുറ്റത്തിന്റെ അല്ല. ഇനി ഇത് ഇവിടെ ഇട്ടിട്ട് പോവും. ഇനി ഇവിടെ ചീർപ്പ് എടുക്കണ നേരത്തെ പിന്നെ കത്തി എടുത്ത് ചെയ്യും കളയില്. ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഒരു വകതിരിവ് എന്ന് പറഞ്ഞില്ല. വലിയ വർത്താനം പറയലെന്നെ ഉള്ളു. ഞാൻ പോട്ടെ. ഇന്ന് ഉച്ചക്ക് ഞാൻ വരൂല കേട്ടോ. വരണ്ട. നല്ല കരിമീൻ വെച്ചിട്ടുണ്ട്. എന്ത് കരിമീൻ? എവിടുന്ന കരിമീൻ? കരിമീനൊക്കെ ഇന്നലെ കിട്ടി. പറഞ്ഞില്ലല്ലോ. എന്തിനപ്പൊ പറയണ്? നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യം ഒന്നും അറിയണ്ടല്ലോ. എന്റെ മെക്കിട്ട് കയറാനല്ലേ അറിയുള്ളൂ. എന്റെ മെക്കിട്ട് കയറാൻ എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ വേറെ ആൾക്കാരെ നോക്കല് ഞാനല്ലേ? എന്താ ഈ പറയണേ? ഇവിടുത്തെ കാര്യങ്ങൾ അറിയാണ്ട് ആവൂ. ഒരു കരിമീൻ കായ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടാവും. അതാണ് ഇപ്പൊ ഇതിന്റെ വലിയ ലെക്ചർ ഇറക്കണത്. എടി, ഞാൻ അവിടെ അധ്വാനിച്ചുണ്ടാക്കണ കായ് അന്റെ കൊണ്ടുവന്ന് തരിക എന്നുള്ള പണി എന്നൊക്കെ ഉള്ളോ? ബാക്കി കുടുംബത്തെ കാര്യങ്ങളൊക്കെ നോക്കുക പെണ്ണുങ്ങൾ തന്നെ. ഓന്റെ പടച്ചോനെ, എന്റെ കെട്ടിയോനെ എനിക്ക് ലക്ഷങ്ങളാണ് തുന്നിക്കൊണ്ട് തരുന്നത്. ലക്ഷങ്ങൾ. ഞാൻ അവിടെ കണക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം കൊണ്ട് തരുന്ന ലക്ഷം. പിന്നെ ഞാൻ പോയി തുന്നിട്ട് എനിക്ക് ലക്ഷങ്ങൾ ഇടയ്ക്ക് പോയിക്കോന്റെ എന്റെ ദേഷ്യം വരുന്നുണ്ടല്ലോ. ലക്ഷങ്ങൾ ഞാൻ ഇപ്പൊ തുന്നിട്ടുണ്ടാക്കി കൊണ്ടുവരാൻ എനിക്ക്. അല്ല, ഇത്ര നേരം ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ. അവിടെ കിടന്ന് തുള്ളായിരുന്നല്ലോ. അങ്ങനൊക്കെ തന്നെയാണ്. ഒരു കാര്യങ്ങൾ നോക്കാണ്ടിരുന്ന പിന്നെ തുള്ളൂല്ലേ? എന്തൊരു ബട്ടൺസ് ഇല്ലാച്ചിട്ട് നിങ്ങൾ ഇവിടെ കിടന്ന് തുള്ളൂ? ഇക്കൊരു വഴിക്ക് പോണ നേരത്തെ എന്തെങ്കിലും ഒരു തടസ്സം കണ്ട പിന്നെ എനിക്ക് സഹിക്കൂല. ആണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് പന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല. അല്ല, ഉച്ചക്ക് ഞാൻ വരൂ കേട്ടോ. നിങ്ങൾ വരണന്നൊന്നുമില്ല. അന്നാ വരുന്നില്ല. ഈ ഒറ്റക്ക് ഇരുന്ന് തിന്നോ. ഞാൻ വരില്ല കേട്ടോ ഉച്ചക്ക്. ഈ തിന്നോട്ടാ. നേരത്തെ വരാതിരുന്നാ മതി. വരില്ല. അത്ര കരിമീന്റെ മാണടിച്ച വരുന്ന ആള്. ഹലോ, ആരാണ്? അതെ, റസിയാണ്. ഇന്റെ നമ്പറിലേക്കല്ലേ നിങ്ങൾ വിളിച്ചത്?
ആ ശബ്ദം ഞാൻ എവിടെയോ കേട്ട പോലെ ഉണ്ട്. പക്ഷേ ഇസ്മയിലി അല്ലേ? പിന്നെ ആരാണ്? അല്ലക്ക് കിട്ടാത്തോണ്ടാണ്, പെട്ടെന്ന് കിട്ടണില്ല. ആ വീട് ഇപ്പൊ നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെ. അത് ടോള് കഴിഞ്ഞിട്ട് ഇടത്തോട്ടൊരു വഴിയില്ലേ, അവിടുന്ന് ഒരു മുറുക്കാൻ കട കാണൂ. ആ ചെറിയ വഴി നേരെ വരണ എന്റെ വീട്ടിലേക്കാ. കാണുമ്പോഴോ? അതല്ല, ആരാണെന്ന് പറ. കട്ടാക്കിയോ? കാണുമ്പോ മനസ്സിലാക്കുന്നൊക്കെ പറയാൻ ആരാണ്? പഠിച്ചവനെ വല്ല കള്ളനറ്റാണോ? ഞാൻ ഏത് ബോധത്തിലാണ് ഈ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത്? ഇതെന്താ ചെയ്യണേ? മല്ലികേ, മല്ലികേ, എന്താ ഇങ്ങോട്ട് വന്നേ. എന്താടി? ഇവിടെ ഇരുന്നേ. ഒരു സംഭവം ഉണ്ടായി. എനിക്കൊരു ഫോണ് വന്നേ. ആ ഫോണ് വന്നപ്പം ആരാന്ന് മനസ്സിലായോ എന്നോട് ചോദിക്കുക. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അപ്പൊ ഞാൻ ഒച്ചയായിട്ടപ്പോ എനിക്ക് തോന്നി ഇസ്മയിലാണെന്ന്. പക്ഷെ അത് ഇസ്മയിലല്ല, വേറെ ആരോ ആണ്. എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ച് ഇങ്ങോട്ടുള്ള വഴി ഒന്ന് കറക്റ്റ് ആയിട്ട് പറയോന്ന്. ഞാൻ പറഞ്ഞു കൊടുത്ത്. ആരാന്നറിയാതെ നീ മൊത്തം വഴിയും പറഞ്ഞു കൊടുത്തോ? അതല്ലടി, ഇത് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ചോദിക്കാലോ. ഞാൻ ചോദിച്ചപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്ത് പോയി. അയ്യോ, നീ ടെൻഷൻ അടിക്കണ്ട. ഒരു കാര്യം ചെയ്യും, ആ വന്ന ഫോണിലേക്ക് നീ ഒന്ന് തിരിച്ചു വിളിച്ചു വെച്ചിട്ട് ആരാന്ന് ചോദിക്കും. എനിക്ക് പേടിയാണ്, എനിക്കൊന്ന് ചോദിക്ക്. ഞാൻ ചോദിച്ചാല് ചിലപ്പോ വല്ല കുടുംബക്കാരെങ്ങനെ ആയിരിക്കും, നീ എന്നെ വിളിച്ച് ചോദിക്കി. അല്ല, കാണുമ്പോ മനസ്സിലാവുന്നൊക്കെയാ പറയണേ. പിന്നെ ആരെങ്കിലും നിനക്ക് പരിചയമുള്ള ആരെങ്കിലും നീ വിളിച്ച് ചോദിക്കാൻ. ആരാന്ന് ചോദിക്കേ? ചോദിക്കേടി. ഒരു ഫോണ് വന്നിട്ട് ഇവിടെ കളിക്കുന്ന നോക്ക്. ഔട്ട് ഓഫ് റേഞ്ച്. വല്ല തരികിട ചെക്കന്മാരാണോ നീ പറഞ്ഞ പോലെ? ടെൻഷൻ അടിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യും, പരീക്കാനെ വിളിച്ച് കാര്യം പറഞ്ഞേക്കേ. അത് ശരിയാവൂല. മൂപ്പര് അല്ലെങ്കിൽ തന്നെ രാവിലെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടാ പോയത്. രാവിലെ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോ പരീക്കാനല്ലേ വിവരം അറിയിക്കണ്ടേ? ഇതറിഞ്ഞ എന്നെ കൊല്ലൂ. അതാണ് ഞാൻ എന്തിനാണ് ഈ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഒരു കാര്യം ചെയ്യാം, നാളെ 4 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞേ? ഈ വീടൊക്കെ പൂട്ടിയിട്ടിട്ട് നമുക്ക് എങ്ങോട്ടങ്ങ് പോവാ. അയ്യോ, അങ്ങനെ ചെയ്യണ്ട. വല്ല കള്ളന്മാരാണെങ്കിലോ വീടൊക്കെ കുത്തിപ്പൊളിച്ചിട്ട് വല്ല മോഷ്ടിക്കാൻ വേണ്ടിട്ടാണെങ്കിലോ? എന്റെ കയ്യും കാലും തളരണ. എന്താ ചെയ്യാ? എന്താ ചെയ്യാ? ഞാൻ നിന്നെ തലക്കൊന്നാട് തരും. എന്താന്ന്? നിന്നെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. എത്ര നേരം ഞാൻ അവിടെ വിളിച്ചോണ്ടിരിക്കണു. എന്തിന്? കുറച്ച് വെള്ളം എടുത്ത് തരാൻ വേണ്ടിട്ട്. വിളിക്കുന്ന നേരം കൊണ്ട് അടുക്കളയിൽ തന്നെ ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് എടുത്താൽ കുടിച്ചൂടെ നിങ്ങക്ക്? വേണ്ട, ഇതൊക്കെയാണ് ടീം. ഈ വാസുട്ടേട്ടൻ്റെ അടുത്തൊന്നും പറയല്ലേ. പിന്നെ വാസുട്ടനോട് പറഞ്ഞാലിപ്പോ എന്താ? ഇക്കാനോട് പറയും, പിന്നെ ആകെ പ്രശ്നാവും. അല്ല, വാസുട്ടനോട് പറഞ്ഞ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. ആ കൂജയില് വെള്ളം നല്ലതാണോ? ഞാൻ പോയി എടുത്തു കൊടുക്കാം. ഏത് കൂജയിലുള്ളേ? എത്ര കൂജുണ്ട് ഇവിടെ? ഞാൻ എടുത്തു തരാട്ടോ. നടക്ക്, ഞാൻ വരാം. എന്താ പറയുക? ഒന്നുമില്ല, നടക്കുന്നേ. പറയരുതല്ല, പറയില്ല. എന്താ റസി പറയും? ഒന്നുമില്ല, നീ ധൈര്യമായിട്ടിരിക്കും, പേടിക്കണ്ട. ഞാനില്ലേ നിന്റെ കൂടെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ബൈക്ക് ഇങ്ങോട്ട് വാ. വരണോ? പിന്നെ വാന്ന് വാ. എന്റെ ക്ലാസ്മേറ്റ്സ് ആണ്. ഇത് രതീഷ്, അത് രാഹുല്. വാ വാ വാ, കേറി വാ. ഇരിക്കി. അല്ല, എന്നാലും വല്ലാത്തൊരു വരവായി പോയിട്ടോ. എന്ത് പറ്റിയെന്നോ? ഇവള് പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയല്ലായിരുന്നോ? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ കരുതി. അത് ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോടി. എന്നാലും എന്റെ റസിയ, ഈ കുട്ടി ഞങ്ങൾ കൂടെ പഠിക്കുന്ന സമയത്ത് നോക്കണം, മെലിഞ്ഞിട്ടായിരുന്നു.
ഈ കുട്ടി ഇപ്പൊ നോക്കിയേ പോത്ത് പോലെയായി തടിച്ചിട്ട്. അതെ ഞാൻ കുടുംബിനി ആയതുകൊണ്ടാ. പിന്നെ അത് മാത്രല്ല ഇവളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല സമാധാനമായിട്ട് പോകുന്ന അങ്ങനെ സന്തോഷം കൊണ്ട് തടിച്ചതല്ലേ. കുട്ടിക്ക് മനസ്സമാനം കുറവാണെന്ന് തോന്നല്ലേ. ഞാൻ പോവാട്ടോ റസിയ. ഒരു തമാശ പറഞ്ഞതാടി. ഓരോ തമാശ എനിക്ക് മനസ്സിലായില്ല. ഫോൺ വിളിച്ച് പേടിപ്പിക്കല്. അല്ല എന്താ ഈ പെണ്ണൊക്കെ കിട്ടിയോ? ആ അതൊന്നും പറയണ്ട. ഇവൻ പെണ്ണ് കിട്ടി, എനിക്കാരും പെണ്ണെന്നില്ല. അനക്കാരും തരൂല. ഓന്റെ പേരെന്തായിരുന്നറിയോ? ലോലൻ. ഞാനിപ്പോ ഡീസന്റാ സത്യമായിട്ട്. ഓന്റെ പേരെന്തറിയോ? ഉണ്ണിയപ്പം. വന്ന കാര്യത്തിലേക്ക് കടക്കാം. നമ്മളുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വെച്ചിരിക്കുകയാണ് നമ്മൾ. അത് വിളിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. 15-ാം തീയതി രാവിലെ 9 മണിക്കാണ്. എല്ലാവരും വരുന്നുണ്ട്, നീയും വരണം. അല്ല നമ്മുടെ ടീച്ചർമാരൊക്കെ വരുമോ? എല്ലാവരും വരും. അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങായി. അല്ല തിരക്കായതുകൊണ്ടാണെന്നേ. നമുക്ക് ഇനി ഒരു ദിവസം വരാം. എന്തായാലും ബിരിയാണി കഴിച്ചിട്ടേ പോകുള്ളൂ. അന്ന് എല്ലാരും വിളിക്കണ്ടേ? പോയിട്ട് വരാം. എന്നിട്ട് ബാക്കി പറയേ. ബാക്കി പറ. അല്ല ബാക്കി എന്താണ്, വരെ ഈ അലുമിനിയവും പിച്ചളയും സ്റ്റീൽ പാത്രമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് സ്വസ്ഥത എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ചങ്ങായി. ഏത് നേരവും നടക്കണോർത്തും ഇരിക്കണോർത്തും ഭക്ഷണം കഴിക്കണോർത്തും കിടക്കണോർത്തും ഒക്കെ തന്നെ വർത്താനം. ഇനിയിപ്പോ എന്റെ മല്ലിക എപ്പോഴാണ് ഈ വക വണ്ടിയും വലിയും പറഞ്ഞിട്ട് വരിക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അതിന് അവര് വീട്ടിൽ കയറ്റാത്തോണ്ട് കുഴപ്പമില്ല, അങ്ങോട്ട് ചെല്ലണ്ടല്ല. അല്ല അത് വീട്ടിലേക്കല്ലല്ലോ പോണത് വേറെ അലുമിനി എന്ന് പറയുന്നത് വേറെ എവിടെയെങ്കിലും ആവുമല്ലോ. അത് പേടിക്കണ്ട. എന്തായാലും വിടണം. ആകെ കോട്ടയം പോണ്ടി വരും. അപ്പൊ ഇജല്ലേ പറഞ്ഞു ഇപ്പൊ ഇത്ര നേരം എന്നോട് അതൊക്കെ വേണമെന്ന്, അതൊക്കെ നല്ലത് വേണോന്ന്. ഇത് റസിയ ആ പരിപാടിയുടെ അന്ന് ഡാൻസ് കളിച്ചെന്നും പറഞ്ഞ് മറ്റേ ഇതിലുണ്ടായി ഫേസ്ബുക്കില് ജെസി കാണിച്ചു. ഒരുപാട് ലൈക്കും ഷെയറും ഒക്കെ കിട്ടിയിട്ടുണ്ടായില്ലേ അന്ന് പോയപ്പോ. അപ്പൊ എല്ലാവരും അഭിനന്ദിക്കാനൊക്കെ വിളിക്കണ്ടാവും. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പഴയ കലാകാരിയല്ലേ. ഒക്കെ ശരിയാ. പിന്നെ വേറൊരു കഥ കേൾക്കണോ എനിക്ക്? ഞാനൊന്ന് ഫോൺ വിളിച്ചാല് എടുക്കാൻ നേരമില്ലാത്തോളാണ്. ഓൾക്കിപ്പോ രാത്രിന്നില്ല പകലെന്നില്ല, ഏത് നേരം ഫോൺ തന്നെ ഫോണ്. പോരെ. അവര് കൂട്ടുകാരല്ലേ, അവരെന്തെങ്കിലും പറയട്ടേന്ന്. അതിനിപ്പോ പരീക്ഷ എന്തിനാ ശോഭിക്കണത്? ഞാൻ ആ മാറ്റം അല്ല മനസ്സിലായി മനസ്സിലായി. പുള്ളിയുടെ സമയത്തും സൗകര്യത്തിനും ആളെ കിട്ടണില്ല. ഇല്ല മനസ്സിലായി. വേറെ എതിർപ്പുണ്ടായിട്ടല്ല അല്ലേ. രതീഷേ എന്താണ്? ആ ഞാൻ കഴിക്കാണ്. ഈ എവിടെ? ഓ അന്നൊന്നും പറയണ്ട. ഞാൻ ആ ലിൻസീനെ നോക്കിയിട്ട് അവിടെ നിന്നില്ലേ? ആ അവിടെ നിന്ന് പിന്നെ ഓള് ഞാൻ കയറി ഓട്ടോയിൽ കയറി ഓളെ വീടിന്റെ വാതിക്കൽ ഇറക്കി. ഞാൻ ഒരു സമയം ഇവിടെ എത്തുമ്പോ ഞാൻ വരുമ്പോഴേക്ക് ഇക്കൊക്കെ ഇവിടെ വന്നിരിക്കണ്. ആ എന്താണ്? ആ ഞാൻ സുന്ദരിയാണെന്നല്ലേ? അത് ഈ പറയൊന്നും വേണ്ട. ഇന്റെ കടക്കടക്ക് പറയാറുണ്ട്. ആ അന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട കേട്ടോ. അതേതായാലും നന്നായി. ഈ എന്നോട് പ്രേമം പറയാത്തോണ്ട് ഞാൻ +2 പാസ്സായി. എനിക്ക് നല്ലൊരു കുടുംബം കിട്ടി. പോണല്ലോല. ഈ എന്താ പറയണ്? അതെ അന്റെ പ്രേമം ഒന്നും ഇപ്പൊ എനിക്ക് വേണ്ട. ഇന്നെ പ്രേമിക്കാൻ എന്റെ ഇക്ക ഉണ്ട് കേട്ടോ. ആ അന്റെ തമാശ ഒന്നും ഇന്നോട് വേണ്ടേ. ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാൻ വേണ്ടിട്ട് ഈ എന്നെ വിളിക്കുകയോ വേണ്ട. ആ പോയ അവിടുന്ന്. എന്തൊക്കെ പറയണേ? എന്താണ്? അന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്നെ വിളിക്കരുതെന്ന്. എനിക്കൊന്നും പറയാനില്ല. അന്റെ ഒന്നും എനിക്ക് കേൾക്കാൻ വേണ്ട. പച്ചന് പോടാ പട്ടി.
എടി എന്താടി? ഞാൻ വലിയൊരു പ്രശ്നത്തിലാ. ആ രതീഷില്ലേ, ഓന് എന്നെ വിളിച്ചോണ്ടിരിക്കുക. ഏത് നിന്റെ ക്ലാസ്മേറ്റ്? മറ്റേ എന്താ നിങ്ങൾ എന്തായിരുന്നു കഴിഞ്ഞ അലൂമിനിയൊക്കെ അടിച്ചു പൊളിച്ച ആൾക്കാരല്ലേ? അപ്പൊ വിളിക്കട്ടെ. ഇനിയിപ്പോ എന്താ? ഇത് അങ്ങനത്തെ വിളിയല്ല. പിന്നെ ഇങ്ങനത്തെ വിളിയാന്ന്. ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഓന്റെ വിളി ശരിയല്ല. ഓനിപ്പോ എന്താ പറയുന്നത് നിന്നോട്? എന്നോട് ആദ്യം വിളിച്ചപ്പോ പറഞ്ഞു ഞാൻ ഭയങ്കര സുന്ദരിയാണ്. അത് ചിലപ്പോ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കടി. അല്ലാണ്ട് ഇപ്പൊ നിന്റെ മുഖത്ത് നോക്കിട്ട് ആരെങ്കിലും അങ്ങനെയൊക്കെ പറയൂ? ഞാൻ സീരിയസ് ആയിട്ടാണ് പറയണത്. ആ എന്നാ ഞാനും സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞേ. എടി ഇത് പ്രശ്നാണെന്ന്. എന്താ? ഓൻ പിന്നെ എന്റെ അടുത്ത് പറയാ എന്നോട് ഇപ്പോഴും പ്രേമാണ്, ഇന്നെ കെട്ടണമെന്നൊക്കെ. അയ്യോ, അപ്പൊ പരീക്കെന്ത്? എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. വെറുതെ മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. നിന്റെ ഈ പ്രാന്തൊന്ന് ടെൻഷൻ പോക്കാൻ വേണ്ടിട്ട് ഞാൻ നിന്നെ ചിരിപ്പിക്കാൻ നോക്കിയല്ലേ? നീ പറ. എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിഞ്ഞൂടാ. ഓൻ ഇങ്ങോട്ട് വരൂന്നൊക്കെ പറയണ്. അപ്പൊ നീ എന്തു പറഞ്ഞു? ഞാൻ പോടാ പട്ടിന്നുണ്ട് ഫോൺ കട്ട് ചെയ്തു. എടി അങ്ങനെയല്ലായിരുന്നു പറയേണ്ടത്. അവൻ എങ്ങനെയെങ്കിലും ഉണ്ടല്ലോ വിളിച്ച് വരുത്തിയിട്ട് നമുക്ക് റെഡി ആക്കി കൊടുക്കണമായിരുന്നു. ഇങ്ങനത്തെ ഞരമ്പ് രോഗികളൊക്കെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഈ എന്താ പറയണത്? ഓൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്താ? അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഇത് വിളിക്കടി നമുക്ക്. അല്ലെങ്കിൽ പിന്നെ പരീക്കാനോട് പറയണം. അതെന്തായാലും നടക്കൂലല്ലോ. നടക്കൂല. ആ അപ്പൊ പിന്നെ ഇങ്ങോട്ട് വരുത്തട്ടെ. വേണ്ട, ഓൻ ഇങ്ങോട്ട് വരും വേണ്ട. അല്ലാണ്ട് പിന്നെ എന്ത്? റസിയ എന്തായി ഊണായാ? ഇതാ അടുപ്പത്തിപ്പാവും. അടുപ്പത്തായിട്ടേ ഉള്ളൂ. എന്താണ്? ഒന്നുമില്ല, ചോറിപ്പ തരാട്ടോ. ഞങ്ങൾ അവിടെ ഇരിക്കും. എന്താണ് റസിയക്ക് പ്രശ്നം? റസിയാക്കൊന്നുമില്ല. എന്തേ? റസിയാക്കൊന്നുമില്ലല്ലോ. കിണുങ്ങല്ലേ കാര്യം പറ. കാര്യം പറയ്. ഒന്നുമില്ല വാസുവേട്ടാ. ഒക്കെ വേറെ നിങ്ങൾ അവിടത്തേക്ക് ഇരിക്കാൻ. ഞാൻ ചോറ് തരാം. പറയടി, കാര്യം പറ. എന്താന്ന്? ഒന്നുമില്ല. അല്ല, അവളുടെ സാധാരണ ബഹുമാരിയല്ലല്ലോ അവളുടെ. ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ശരി, നീ മര്യാദയ്ക്ക് കാര്യം പറഞ്ഞോ. എന്താ കാര്യം? ഇരിക്കടോ. അല്ല ഇരിക്ക്, ഇത് നമ്മുടെ വീട് തന്നെയാണ്. അവിടെ ഇരുന്നോ. റസിയ, റസിയ, ഓ ഇങ്ങോട്ട് വാ. എന്റെ അലൂമിനിയുടെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ഓനക്ക് എന്താ എന്നോട് പറയാണ്ട്? എനിക്കൊന്നും കേൾക്കാനില്ല. ഓൻ എന്നെ പെണ്ണ് കാണാൻ വന്നതല്ല. ഓനക്ക് എന്താ എന്നോട് പറയാണ്ടെന്ന്. എന്തിനാണ് ഓൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എനിക്ക് എന്നോടൊന്നും പറയാനില്ല. ഈ പറയണൊന്നും എനിക്ക് കേൾക്കാൻ വേണ്ട. കൂടെ പഠിച്ചതായതുകൊണ്ട് ഞാൻ അവിടെ ആട്ടി ഇറക്കണില്ല. അതെ, ആ ജാതി വർത്താനൊന്നും വേണ്ട. ഇതിപ്പോ എന്റെ കുടിയിൽക്കാണ് ഇങ്ങോട്ട് കയറി വന്നേക്കണേ. അങ്ങനെ തോന്നുന്നു. ആ പറയാളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അല്ലേ, അവന് പറയാനുള്ളത് അവൻ പറഞ്ഞോട്ടെ. അവനെന്തോ പറയണ്ട്, പറഞ്ഞോ. അതെ, ഇതിപ്പോ നമ്മുടെ വീടാണ്. ഇവിടെ ഓനെ നമ്മൾ വിളിച്ചോണ്ടെന്നേക്ക. അതിന്റെ ആ ഒരു മര്യാദയും മാന്യതയും നമ്മൾ കാണിക്കണം. ഓനക്കതില്ല, അത് നമ്മൾ കാര്യാക്കണ്ട. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞതല്ലേ. അതെ, അനക്ക് എന്താ പറയാനുള്ള വെച്ചാൽ പറഞ്ഞോ. പറയടോ, പറഞ്ഞോ. റസിയ, ക്ഷമിക്കണം. അറിയാതെ പറ്റിപ്പോയതാ. പെട്ടെന്ന് ഇങ്ങനെ പാടില്ലായിരുന്നു. ക്ഷമിക്കണം. ഇനി വേറെ ആരോടെങ്കിലും ഉണ്ടാവോ നിനക്ക്? അയ്യോ ഇല്ല, നിർത്തി. സത്യം ചെയ്ത് പറയടാ. സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാ ആ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഈ ഇപ്പൊ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അത് ഈ പാലിച്ചിട്ടില്ലെങ്കിൽ അന്ന് ഈ പരികുട്ടി ആരാന്ന് വെച്ച് മനസ്സിലാക്കും കേട്ടോ. ഇല്ല, നിർത്തി. നീ അവളുടെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അതപ്പോഴേ ഡിലീറ്റ് കളഞ്ഞു. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവേ. ചെല്ല്. എന്നാ പോക്കോ. എൻ്റെ റസിയ, ഇതുപോലുള്ള നൂലാമാല കേസുകളൊക്കെ കുടുംബത്തിലുണ്ടാവും. അങ്ങനെ വല്ലതും വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലെ ആണുങ്ങളുമായിട്ട് സംസാരിക്കണ്ടേ?
എന്നാലേ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. ഞാൻ ഇപ്പം അതാ മല്ലികയെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അവള് പറഞ്ഞത്. അവളത് പറയാ കാരണമാണ് ഇപ്പം രതീഷിനെയും കൂട്ടിയിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ വീർത്ത് പോവില്ലേ? ഇത് എവിടെ ചെന്നിട്ട് പിന്നെ പൊട്ടുക? അല്ല റസിയ, ഇനി വേറെ ആർക്കൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിന് പോയപ്പോ? അല്ല, ഇടപെടണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജോസൂട്ടി എന്നോട് ചോദിച്ചൊന്നും കേട്ടില്ല. ഇജ്ജ് എന്താ പറയാണ്ടിരുന്നത്? പേടിച്ചിട്ടാണ് പറഞ്ഞില്ലേ. പേടിച്ചിട്ടാണ് ഇക്ക. അല്ലാത്തൊന്നും പറയാൻ എനിക്കൊരു പേടിയില്ലല്ലോ. പോട്ടെ, കാര്യം കഴിഞ്ഞല്ലോ. എല്ലാവർക്കും നല്ലൊരു കട്ടൻ ചായ അങ്ങോട്ട് എടുത്തോ. പഞ്ചാര ശരിക്കും അങ്ങോട്ട് ഇട്ടോട്ടാ. പഞ്ചാര കാര്യം വീട്ടിൽ ഇനി മുണ്ടി പോരുതിട്ടാ. അത് ചായയിലാണെങ്കിലും ഫോണിലാണെങ്കിലും.